ചില ഇലക്ഷനൊക്കെ ഇല്ലേ, ഒരു തരംഗം പോലെയാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് നേരത്തെ തന്നെ ഊഹിക്കാം. പക്ഷേ മറ്റു ചില മണ്ഡലങ്ങളുണ്ട്, അവിടെ ജയവും തോൽവിയും തീരുമാനിക്കുന്നത് വിരലിലെണ്ണാവുന്ന കുറച്ച് വോട്ടുകളായിരിക്കും. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് തൃപ്പൂണിത്തുറയുടെ കഥ. വെറും 992 വോട്ടുകൾ, ഒരു മണ്ഡലത്തിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതിയ കഥ. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ഒരു 5 പ്രധാന കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ആ നൂലിഴ വ്യത്യാസത്തിൽ കിട്ടിയ വിജയത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഈ മണ്ഡലം ഇത്ര പ്രവചനാതീതമായി മാറുന്നത്? ഇവിടെ വോട്ടർമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന ആ മൂന്നാമത്തെ ശക്തി ആരാണ്? അവസാനം തൃപ്പൂണിത്തുറ പിടിക്കാനുള്ള ആ വിജയമന്ത്രം എന്താണെന്ന് നമ്മൾ കണ്ടെത്തും. ശരി, അപ്പം നമുക്ക് നേരെ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ആ നൂലിഴ വ്യത്യാസത്തിൽ കിട്ടിയ വിജയം. എന്താണ് 2021 തൃപ്പൂണിത്തുറയിൽ ശരിക്കും സംഭവിച്ചത്? ദാ ഈ നമ്പർ നോക്കിക്കേ, 992, വെറും 992 വോട്ടുകൾ. ഇതാണ് 2021 തൃപ്പൂണിത്തുറയിലെ ഭൂരിപക്ഷം. 1000-ൽ താഴെ. ഇതൊരു വെറും കണക്കല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു വോട്ടിന് എന്ത് വിലയുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു ഒന്നൊന്നര ഓർമ്മപ്പെടുത്തലാണ് ഇത്. 2021 ഓർമ്മയുണ്ടോ? കേരളത്തിലാകെ ഒരു ഇടതു തരംഗം ആഞ്ഞടിക്കുകയായിരുന്നു. പക്ഷേ തൃപ്പൂണിത്തുറയിൽ അവിടെ കഥ വേറെയായിരുന്നു. ഒരു വശത്ത് കോൺഗ്രസിന്റെ അധികായനായ കെ ബാബു, മറുവശത്ത് സിറ്റിംഗ് MLA-യും യുവനേതാവുമായ M സ്വരാജ്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതൊരു ഇലക്ഷൻ എന്നതിലുപരി ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയായിരുന്നു. ഈ കണക്കുകൾ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കെ ബാബുവും M സ്വരാജും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ കളി ശരിക്കും മാറ്റിമറിച്ചതാരാണെന്നറിയാമോ? ദാ ഈ മൂന്നാമത്തെ ബാർ നോക്കൂ. NDA സ്ഥാനാർത്ഥി നേടിയ 23,000-ൽ പരം വോട്ടുകൾ. ഈ വോട്ടുകളാണ് അക്ഷരാർത്ഥത്തിൽ തൃപ്പൂണിത്തുറയിലെ ഫൈനൽ സ്കോർ ബോർഡ് തീരുമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് തൃപ്പൂണിത്തുറ ഇങ്ങനെ? എന്തുകൊണ്ടാണ് ഇവിടുത്തെ റിസൾട്ട് പ്രവചിക്കാൻ ഇത്ര പാട്? ഇതിന്റെ ഉത്തരം ലുക്കിയിരിക്കുന്നത് അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലാണ്. നമുക്കതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ ഒരു വാചകം, ഇതാണ് തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയ മനസ്സിന്റെ താക്കോലെന്ന് പറയാം. അതായത് ഇവിടെയുള്ള വോട്ടർമാരെ സംസ്ഥാനത്തൊരു തരംഗമുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് സ്ഥാനാർത്ഥിയുടെ കയ്യിൽ കാര്യമുണ്ടോ എന്നാണ്. അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അവരെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ചോദ്യങ്ങൾ. ഈ ഒരു നിലപാടിന് ഒരു കാരണം കൂടിയുണ്ട്. അതാണ് ഇവിടത്തെ ഒരു സാമൂഹിക ഘടന. അതായത് ഏതെങ്കിലും ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പോ വിചാരിച്ചാൽ മാത്രം ഇവിടെ ആരെയും ജയിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരോടും സംസാരിക്കേണ്ടി വരുന്നു, എല്ലാവരെയും ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊതുവായ വിഷയങ്ങളെന്ന്. എന്താണ് ഈ വിഷയങ്ങൾ? തൃപ്പൂണിത്തുറയിലെ വോട്ടർമാരുടെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ എന്തു പറഞ്ഞാലാണ് അവർ കേൾക്കുക? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: വികസനം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ വികസന വിഷയങ്ങളെന്ന്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളരുന്ന ഒരു നഗരമാണ്. പക്ഷേ ഈ വളർച്ചയുടെ കൂടെ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന ട്രാഫിക് ബ്ലോക്ക്, വീടിന് മുന്നിൽ കുന്നുകൂടുന്ന മാലിന്യം, പൈപ്പ് തുറന്നാൽ വെള്ളമില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഇവിടത്തെ സാധാരണക്കാരുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം പറയുന്നുവോ, ആരതിനായി പ്രവർത്തിക്കുന്നുവോ, വോട്ട് അവർക്ക് തന്നെ പോകും. അത്രയുള്ളൂ കാര്യം. അപ്പോൾ ഈ പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിൽ മാത്രമാണെന്ന് നമ്മൾ കരുതിയെങ്കിൽ അവിടെയാണ് ട്വിസ്റ്റ്. ഈ കളിയുടെ റിസൾട്ട് തന്നെ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു മൂന്നാമത്തെ ശക്തി കൂടി ഈ ഗ്രൗണ്ടിലുണ്ട്. അത് മറ്റാരുമല്ല, BJP ആണ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. ഏകദേശം ഒരു 15% കൂടുതൽ വോട്ടുകൾ സ്ഥിരമായി BJP ഇവിടെ നേടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു നേർക്കുനേർ പോരാട്ടമല്ല, ഇതൊരു ത്രികോണ മത്സരമാണ്. ഈ 15% വോട്ടുകൾ ആരുടെ വോട്ട് ബാങ്കിൽ നിന്നാണ് പോകുന്നത്? അതാണ് അവസാനം നമ്മൾ നേരത്തെ കണ്ട ആ 9,092 വോട്ടിൻ്റെ വ്യത്യാസം പോലെയുള്ള ഫോട്ടോ ഫിനിഷുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് കണ്ടത്? പ്രവചിക്കാൻ പറ്റാത്ത വോട്ടർമാർ, വികസന വിഷയങ്ങൾക്ക് മുൻഗണന, പിന്നെ ഒരു നിർണായക ത്രികോണ മത്സരം. ഇത്രയധികം കാര്യങ്ങളുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ചെസ് ബോർഡിൽ എന്തായിരിക്കും തൃപ്പൂണിത്തുറ പിടിക്കാനുള്ള ആ വിജയമന്ത്രം? നമുക്ക് അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ വലിയ പ്രസംഗം നടത്തി കയ്യടി വാങ്ങുന്നതിലല്ല കാര്യം. ഈ സ്ലൈഡിൽ പറയുന്ന പോലെ ആളുകൾക്ക് ഓർമ്മയുണ്ടാവുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടെ നിന്നവരെയാണ്. ഓർത്തു നോക്കൂ, കോവിഡ് കാലത്തൊരു സഹായത്തിന് വിളിക്കുമ്പോൾ ഫോണെടുത്ത നേതാവിനെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണവുമായി വീട്ടിലെത്തിയ പ്രവർത്തകനെ. അതൊന്നും ഇവിടുത്തെ ആളുകൾ പെട്ടെന്ന് മറക്കില്ല. വാക്കിനേക്കാൾ എത്രയോ വലുതാണ് പ്രവൃത്തിയെന്ന് തൃപ്പൂണിത്തുറയിലെ വോട്ടർമാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്താണ് തൃപ്പൂണിത്തുറയുടെ വിജയമന്ത്രമെന്ന് ചോദിച്ചാൽ അതൊരു ബാലൻസാണ്.
ഒരു വശത്ത് രാജനഗരി എന്നറിയപ്പെടുന്ന ഈ നാടിന്റെ പൈതൃകത്തെയും ചരിത്രത്തെയും ബഹുമാനിക്കുന്നൊരു മനസ്സ്, മറുവശത്ത് ട്രാഫിക് ബ്ലോക്ക്, മാലിന്യ സംസ്കരണം പോലുള്ള ഇന്നത്തെ ആധുനിക നഗരത്തിന്റെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്. ഈ പാരമ്പര്യത്തെയും പുരോഗതിയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആർക്ക് കഴിയുന്നോ തൃപ്പൂണിത്തുറയുടെ മനസ്സ് അവർക്കൊപ്പം നിൽക്കും. അപ്പോ നമ്മൾ തുടങ്ങിയത് 992 എന്ന ഒരു നമ്പറിൽ നിന്നാണ് അല്ലേ? ആ ഒരൊറ്റ നമ്പർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങളുടെ ഒരു വോട്ടിന് ഒരു തിരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റാൻ സാധിക്കും. തൃപ്പൂണിത്തുറ ആ പാഠം നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നു. ഇനി അടുത്ത പോരാട്ടം 2026-ലാണ്. ഈ പോർക്കളത്തിൽ അന്ന് ആരായിരിക്കും വിജയക്കൊടി പാറിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം.